ഹലോ, ഇന്ന് ഞാനൊരു 5 പൈസ പോലും മുടക്കാണ്ട് ചെയ്യാവുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് ഇങ്ങനെയുള്ള പഴയ ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കീറിയിട്ടുള്ളതോ അങ്ങനെയുള്ള എന്തെങ്കിലും ഡ്രസ്സ് എടുത്താൽ മതി. കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കളർ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഇനി വേണ്ടത് ഇങ്ങനെയുള്ളൊരു പഴയ കാർഡ്ബോർഡാണ്. അതിനകത്തൊരു ഇതളിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇതളിൻ്റെ വലിപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാവുന്നതാണ്. ഞാനിതാ ഏകദേശം ഈ ഒരു രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കാർഡ്ബോർഡിൽ നിന്ന് വെട്ടിയെടുക്കണം. മൊത്തം 4 ഇതളുകളാണ് നമുക്ക് ഇതിൽ നിന്ന് വെട്ടിയെടുക്കേണ്ടത്. ഏകദേശം ഒരേ വലിപ്പമാവാൻ തന്നെയാണ് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ 4 എണ്ണം ഇവിടെ നിന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഈ പഴയ ഡ്രസ്സിൽ നിന്ന് നമുക്ക് കഷ്ണങ്ങൾ വെട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ കത്രിക ഉപയോഗിച്ചിട്ട് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയത്തെ ലൈനിങ് നമുക്ക് ആവശ്യമായിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കിയെടുക്കാം. എന്നിട്ട് ആ ഒരു മുകളിലത്തെ ആ ഒരു തുണി മാത്രം എടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി വെട്ടിയെടുത്തിരിക്കുന്ന ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് ഈ ഒരു തുണിക്കകത്ത് ഇങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് 2 സൈഡിൽ നിന്ന് മടക്കിയിട്ട് അടിഭാഗം ഇങ്ങനെ ഒന്ന് പിരിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഒരു നൂല് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ആക്കിയിട്ടൊന്ന് കെട്ടി കൊടുക്കാം. വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ഞാൻ ഒരുപാട് ക്രാഫ്റ്റുകൾ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതെല്ലാം പോയി കണ്ടതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ തന്നെ അതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നൂല് വെച്ച് കെട്ടിയതിന് ശേഷം ആ ഒരു ബാക്കി വരുന്ന നൂലുകളൊക്കെ ഒന്ന് കത്രിക വെച്ചിട്ട് വെട്ടി കൊടുക്കാം. അപ്പോൾ ആ ഓറഞ്ച് കളർ തുണി അത്രയും ഭാഗത്തിൽ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു വൈറ്റ് കളർ തുണി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു വേസ്റ്റ് ആയിട്ടുള്ള ചെറിയ കഷ്ണം തുണി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചുരുട്ടിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഉണ്ടയാക്കിയിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ടൊരു നൂല് വെച്ചിട്ട് കെട്ടി കൊടുക്കാം. നമ്മളെടുക്കുന്ന 2 തുണികളും ഒന്നിനോടൊന്ന് മാച്ചായിട്ട് ഇരിക്കുകയാണെന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കെട്ടിട്ടതിന് ശേഷം ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ വൈറ്റ് കളർ തുണീൻ്റെ ഉള്ളിലോട്ട് ഈർക്കിളി ഇങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ടൈറ്റാക്കി ഒന്ന് പിടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നൂല് വെച്ചിട്ട് കെട്ടി കൊടുക്കണം. ആ ഒരു ഈർക്കിളിയും ആ ഒരു തുണിയും കൂടെ ഒരുമിച്ചിട്ട് വേണം കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് ഇളകാത്ത രീതി വേണ്ട ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നന്നായിട്ട് ടൈറ്റാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ നൂല് ഇതിൽ നിന്ന് വെട്ടിയെടുക്കാണ്ട് തന്നെ ഓരോ ഇതളുകൾ വെച്ചിട്ട് നമുക്കിത് അങ്ങനെ ഒന്ന് ചുറ്റി ചുറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ തണ്ടൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഗ്രീൻ ടേപ്പ് എടുക്കാവുന്നതാണ്. അപ്പോൾ പൈസ ചിലവില്ലാതൊരു വർക്കാണല്ലോ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രീൻ കളർ കവറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് നീളത്തിലൊന്ന് മുറിച്ചെടുക്കാം. കടയിൽ നിന്ന് കിട്ടുന്ന കവറുകളൊക്കെ അതുപോലെ ഒന്ന് എടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ മതിയാവും. അപ്പോൾ അതുപോലെയുള്ള വർക്കുകളൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇത്രയും വലുപ്പത്തിലുള്ളൊരു കഷ്ണം എടുത്തിട്ട് 2 മടക്കിയതിന് ശേഷം ആ ഒരു പൂവ് എടുത്തിട്ട് ആ പൂവിൻ്റെ മുകളിലോട്ടായിട്ട് ഞാൻ കുറച്ച് പശ തേച്ച് കൊടുക്കുന്നത്. ഫെവി ബോണ്ടൊക്കെ എടുത്താൽ മതിയാവും കേട്ടോ. അതിനുശേഷം ആ ഒരു കവർ അതിൻ്റെ മുകളിലോട്ട് അങ്ങനെ ഒന്ന് ടൈറ്റായിട്ടൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇനി താഴത്തോട്ട് ചുറ്റിയെടുത്തതിന് ശേഷം അവസാന ഭാഗത്ത് കുറച്ച് പശ തേച്ചിട്ട് ആ ഒരു കവറൊന്ന് അതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ബാക്കി ഭാഗം നമുക്ക് കത്രിക വെച്ചിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ പൂവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പൂവിന് ഒരു ഇല ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രീൻ കളർ കവർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് അതുപോലെ ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി 2 മടക്കിയതിന് ശേഷം ഞാനൊരു കത്രിക വെച്ചിട്ട് ഒരു ഇലയുടെ ആകൃതിയിലൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് വലിപ്പമുള്ള ഇലയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നീളത്തിൽ ഞാൻ ആ ഒരു കവർ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 2 ഇലയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു ഇലയുടെ നടുഭാഗത്തായിട്ട് ഇങ്ങനെ ഒന്ന് പശ തേച്ച് കൊടുക്കാം. ഫെവി ബോണ്ട് പോലെയുള്ള പശയൊക്കെ എടുത്താൽ മതിയാവും കേട്ടോ. അതിനുശേഷം ആ ഒരു ഇലയേക്കാളും വലിപ്പമുള്ള ഒരു ഈർക്കിളി എടുത്തിട്ട് ആ ഒരു പശ തേച്ച ആ ഒരു സെൻറ്റർ ഭാഗത്ത് ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം അടുത്ത ഇലയും കൂടി ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ആ 2 ഇലയും തമ്മിൽ ഒട്ടിക്കഴിഞ്ഞാൽ ഈ 2 ഭാഗവും ഇതുപോലെ തന്നെ ഒന്ന് ഓപ്പൺ ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ലൈറ്റർ വെച്ചിട്ട് അങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഇല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഇലയുടെ തണ്ട് സെറ്റാക്കി എടുക്കാനും അതുപോലെ തന്നെ ഞാൻ ഗ്രീൻ കളർ കവർ തന്നെ എടുത്തിട്ടൊന്ന് ചുറ്റി എടുക്കുകയാണ് കേട്ടോ. ഇനി അവസാന ഭാഗത്ത് അതുപോലെ ഒന്ന് പശ വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ എത്ര ഇല വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതാ ഒരു ഇലയുടെ കൂടെ ഈ ഒരു പൂവും കൂടെ വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ആ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് തന്നെയാണ് ഇത് രണ്ടും കൂടെ ഒന്ന് കൂട്ടി കെട്ടുന്നത്. അപ്പോൾ ഈ ഒരു പൂവിൻ്റെ ആ ഒരു അവസാനം വരെ നമുക്കിതൊന്ന് ചുറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.